നമസ്കാരം. ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് അതിന്റെ അതിർത്തികളല്ല, ആ രാജ്യത്തെ ക്ലാസ് മുറികളാണ്. ആ ക്ലാസ് മുറികളിൽ വിയർപ്പൊഴുക്കി സ്വപ്നങ്ങൾ നെയ്യുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിശ്വാസമാണ് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മൂലധനം. എന്നാൽ ആ വിശ്വാസം ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ ക്രമക്കേടുകളിലും തകർന്നു വീഴുമ്പോൾ പ്രതിഷേധം വെറും മുദ്രാവാക്യമാകില്ല, അതൊരു തലമുറയുടെ ആത്മാഭിമാനത്തിന്റെ മുറവിളിയാകും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് സോനം വാങ്ചുക് നടത്തിയ 26 ദിവസത്തെ നിരാഹാര സമരവും അതിനെ ചുറ്റിപ്പറ്റി രാജ്യത്തുടനീളം ഉയർന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഒരു വ്യക്തിയുടെ പോരാട്ടമല്ല, അനീതിക്കെതിരെ ഉയർന്ന ഒരു പുതിയ തലമുറയുടെ ധാർമ്മിക വെല്ലുവിളിയാണ്. സർക്കാർ ചില ഉറപ്പുകൾ നൽകിയതിനെ തുടർന്ന് വാങ്ചുക് സമരം അവസാനിപ്പിച്ചുവെങ്കിലും പരീക്ഷാ സംവിധാനത്തിൽ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കണമെന്ന ആവശ്യം രാജ്യവ്യാപകമായി തുടരുകയാണ്. വിദ്യാഭ്യാസം ഒരു ജോലി നേടാനുള്ള മാർഗം മാത്രമല്ല, അതൊരു സമൂഹത്തിന്റെ നീതിബോധം അളക്കുന്ന കണ്ണാടി കൂടിയാണ്. വർഷങ്ങളോളം രാവും പകലും അധ്വാനിച്ച് പരീക്ഷയെ നേരിടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു ചോദ്യപേപ്പർ ചോർച്ച മതി അവന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ. അപ്പോൾ നഷ്ടമാകുന്നത് ഒരു മാർക്ക് മാത്രമല്ല, പരിശ്രമത്തിന്റെ, ഭരണകൂടത്തെ വിശ്വസിക്കാനുള്ള അല്ലെങ്കിൽ പരീക്ഷയെ വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. സാധാരണക്കാരന്റെ ഭരണകൂടത്തോടുള്ള വിശ്വാസവും പ്രതീക്ഷയുമാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ ചോദ്യം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. അധികാരത്തിന്റെ മുഖം നോക്കിയല്ല, രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും മുഖം നോക്കിയല്ല, സത്യത്തിന്റെ മുഖം നോക്കിയാണ് അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിലെ ക്രമക്കേടുകൾ കേവലം ഒരു വാർത്തയായി മാത്രം കണ്ടുമറക്കാതെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യമായി അവർ ഉയർത്തുന്നത്. യുവതലമുറ രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് കടലായും കൊടുങ്കാറ്റായും മാറുന്നത്. സോനം വാങ്ചുക് രാജ്യത്തിന്റെ പുതിയൊരു പേരല്ല, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിരാഹാര സമരം വെറുമൊരു രാഷ്ട്രീയ പ്രതിഷേധമല്ലായിരുന്നു, വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കണമെന്ന ഒരു അധ്യാപകന്റെ ഹൃദയത്തിന്റെ നിലവിളി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സമരം അവസാനിച്ചേക്കാം, പക്ഷെ അദ്ദേഹം ഉയർത്തിയ ചോദ്യം ഇന്നും അവസാനിച്ചിട്ടില്ല. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്, എല്ലാ വിപ്ലവങ്ങളും ആയുധങ്ങൾ കൊണ്ടല്ല തുടങ്ങിയത്. ചിലത് പുസ്തകങ്ങൾ കൊണ്ടായിരുന്നു, ചിലത് പേനകൾ കൊണ്ട്, ചിലത് വിദ്യാർത്ഥികളുടെ കണ്ണീര് കൊണ്ടും. അനീതിയെ സാധാരണ സംഭവമായി അംഗീകരിക്കാൻ വിസമ്മതിച്ച യുവതലമുറയാണ് ഓരോ കാലഘട്ടത്തിലും സമൂഹത്തെ മുന്നോട്ട് നയിച്ചത്. ഇന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ്: ഞങ്ങളുടെ അധ്വാനത്തെ വിലമതിക്കണം, ഞങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കണം, പരീക്ഷയെ വിശ്വാസയോഗ്യമാക്കണം. ഈ ആവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല, മുദ്രാവാക്യവുമല്ല. ഇത് ഓരോ കുടുംബത്തിന്റെയും ആവശ്യമാണ്. കാരണം ഓരോ വീട്ടിലും ഒരു വിദ്യാർത്ഥിയുണ്ട്, ഓരോ വിദ്യാർത്ഥിയുടെയും പിന്നിൽ അനേകം ത്യാഗങ്ങളുണ്ട്. ഒരു പരീക്ഷയിൽ വിജയിക്കുന്നതിന് പിന്നിൽ അനവധി ഉറക്കമില്ലാത്ത രാത്രികളും മാതാപിതാക്കളുടെ ത്യാഗങ്ങളും അധ്യാപകരുടെ അധ്വാനവും ഒളിഞ്ഞിരിക്കുന്നു. ആ സ്വപ്നങ്ങളെ ഒരു ക്രമക്കേട് കൊണ്ട് ഇല്ലാതാക്കാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിലെ സുതാര്യത ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യമായി കാണേണ്ടതും. ഇത്തരം പ്രതിഷേധങ്ങളെ ചിലർ രാഷ്ട്രീയപരമായി കാണാൻ ശ്രമിക്കും, ചിലർ അതിനെ യുവാക്കളുടെ വികാര പ്രകടനമെന്ന് ചുരുക്കി കാണിക്കും. എന്നാൽ വിദ്യാഭ്യാസത്തിലെ നീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ചെറിയ വിഷയമല്ല, കാരണം അവ രാജ്യത്തിന്റെ ഭാവിയെയാണ് സ്പർശിക്കുന്നത്. പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ എണ്ണം മാത്രമല്ല, അവരുടെ ബോധം കൂടിയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും തെരുവുകളിലൂടെയും സർവകലാശാലകളിലൂടെയും അവർ പരസ്പരം ബന്ധപ്പെടുന്നു. തെറ്റുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങളെ അവർ ചോദ്യം ചെയ്യുന്നു. അത് ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ ലക്ഷണമാണ്, വളർച്ചയാണ്. പ്രതിഷേധം എന്നത് നശിപ്പിക്കാനുള്ള ഉപകരണമല്ല, തിരുത്താനുള്ള ശക്തിയാണ്. ഭരണകൂടം തെറ്റുകൾ സംബന്ധിച്ച് പരിഷ്കാരങ്ങൾക്ക് തയ്യാറാകുമ്പോഴാണ് ജനാധിപത്യം കൂടുതൽ ശക്തമാകുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ സുതാര്യമായ അന്വേഷണവും ശക്തമായ നിയമ നടപടികളും പരീക്ഷാ സംവിധാനത്തിലെ ഘടനാപരമായ പരിഷ്കാരങ്ങളും അനിവാര്യമാണ്. സർക്കാർ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നിയമ നടപടികൾ ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ കൂടുതൽ സമഗ്രമായ മാറ്റങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ യുവാക്കൾ എഴുതുന്നത് പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ മാത്രമല്ല, രാജ്യത്തിന്റെ ഭാവിയുടെ പുതിയ അധ്യായങ്ങൾ കൂടിയാണ്. ആ അധ്യായങ്ങളിൽ അഴിമതിക്കും അനീതിക്കും സ്ഥാനമുണ്ടാകരുത്. യോഗ്യത മാത്രമേ വിജയത്തിന്റെ മാനദണ്ഡമാകാവൂ. ഒരു തലമുറ സ്വന്തം അവകാശത്തിനായി ശബ്ദമുയർത്തുമ്പോൾ അതിനെ ഭയക്കേണ്ടതില്ല, മറിച്ച് ആ ശബ്ദം കേൾക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ആ ശബ്ദത്തിലാണ് നാളെയുടെ ഇന്ത്യയുടെ പ്രതീക്ഷ ഒളിഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത്. പരീക്ഷകൾ വിശ്വാസയോഗ്യമാകുമ്പോഴാണ് പരിശ്രമത്തിന് അർത്ഥമുണ്ടാകുന്നത്. പുതിയ തലമുറയുടെ ഈ പോരാട്ടം ഒരു ദിവസത്തെ പ്രതിഷേധമല്ല, സത്യത്തിനും നീതിക്കും തുല്യാവകാശത്തിനുമുള്ള ദീർഘയാത്രയാണ്. ആ യാത്രയിൽ വിജയിക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയോ ഒരു നേതാവോ അല്ല, വിജയിക്കേണ്ടത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനമാണ്. അതാണ് യഥാർത്ഥ വിപ്ലവം.